ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കാലത്ത് ഇന്ന് നേരത്തെ എണീറ്റിട്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊന്ന് നമ്മളുടെ കാവിൽ പോയി തൊഴണം വിചാരിച്ചു. കാവിൽ പൂജയ്ക്ക് കൂടാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നേരം വഴുകും എണീക്കാൻ. എങ്ങനെയായാലും നല്ല വഴുകും. ഒക്കെ വിളക്കൊക്കെ കത്തിച്ചിട്ട് എല്ലാവരും ഓരോ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ആ ടൈമിലൊക്കെ എണീക്കാം. പിന്നെ പോലെ തന്നെ തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും സ്വന്തം വീട്ടിൽ വന്ന കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാം. അപ്പം ആ ഒരു പരിപാടി തന്നെയാണ് എനിക്കും. അത് കാരണം എനിക്ക് കാവിൽ ഒന്ന് തൊഴാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടാകുന്നു വെള്ളിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് രാവിലെ കുളിച്ച് തൊഴണം. അപ്പം കാലത്ത് നേരത്തൊക്കെ എണീറ്റ് കുളിച്ച് തൊഴുതു. ഇപ്പം അതാ അമ്മ 7 മണിയാകുമ്പോൾ പോവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മ കുറച്ചുണ്ടാക്കിയുള്ളൂ. നമുക്കിത് വെള്ളപ്പാണ്. അപ്പം 4-5 ഉണ്ടാക്കിയുള്ളൂ. ബാക്കി ഉണ്ടാക്കിയിട്ടാ പറഞ്ഞു. അതിനെന്താ ഇഷ്ടക്കറി എന്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ബാക്കി വെള്ളപ്പം കൂടി ഉണ്ടാക്കട്ടെ ഞാൻ. അപ്പം ഇതെന്താ അറിയില്ല, കാവിലൊക്കെ തൊഴുതപ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി. അപ്പോൾ അതൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. വീഡിയോ ഞാൻ വന്നപ്പോൾ മുതൽ എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആവണില്ല. എന്താ കാര്യം എന്നറിയില്ല. ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിൽ കയറിയിട്ട് നോക്കി റെഫർ ചെയ്തു. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. ഒരു യൂട്യൂബേഴ്സും പറഞ്ഞ് കണ്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല. കുറേ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓൺ നോക്കി, കുറേ സെറ്റിങ്സിൽ കയറി കളിച്ച് നോക്കി. എന്ത് കാട്ടിയിട്ടും എന്തോ അപ്ലോഡ് ആവണില്ല. ഇനി ഒന്നും കൂടി ട്രൈ ചെയ്യണം കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ എന്നൊക്കെ ഇടാൻ പറ്റുകയെന്ന് അറിയില്ല. ഇപ്പോൾ എടുത്തു വെച്ച വീഡിയോസൊക്കെ പെൻഡിങ് ആണ് ഈ ഒരു സംഭവം കാരണം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ ചായക്ക് കടിയുണ്ടാക്കും. അതായിട്ട് വെള്ളപ്പാണ് കേട്ടോ. വെള്ളപ്പം ഇവിടുത്തെ മൊരിഞ്ഞ് കരിഞ്ഞ് ഇവിടുത്തെ ഈ ഒരു പാത്രത്തിൻ്റെ സ്റ്റിക്ക് മൊത്തം പോയിക്കുന്നു. നോൺ സ്റ്റിക്കൊക്കെ പോയിക്കുന്നു. ഇത് മാറ്റേണ്ടി വരും തോന്നുന്നു. അത് കാരണം ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കിട്ടണത്. വലിച്ചെടുക്കണം. ഭയങ്കര ഇതായിട്ട് സോഫ്റ്റ് ഇല്ല, ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കുഴയായിരിക്കും തോന്നുന്നു, എന്താ അറിയില്ല. നമ്മളുടെ സ്ഥിരം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എടുക്കണത്, അല്ല മാവ് ഉണ്ടാക്കിയതൊക്കെ. പക്ഷെ ഇവിടെ കത്തിയൊക്കെ വേണം കേട്ടോ ഇത് എടുക്കണമെങ്കിൽ. പക്ഷേ ഇത് ഈ ചട്ടിയുടെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. സംഭവം അങ്ങനെ കിട്ടുന്നത് അത് ഭയങ്കര ഒട്ടിപ്പിടിച്ചോണ്ടാ. നോൺ സ്റ്റിക്കിൻ്റെ സ്റ്റിക്കൊക്കെ പോയിക്കണം. എന്താ എങ്ങനെ പിടിച്ച് വലിച്ചാൽ പോലും നമ്മളുടെ അവിടുത്തൊക്കെ പെരുങ്ങോളത്തൊക്കെ കണ്ട് എടുത്താൽ മതി, അപ്പോൾ പോരും. ഇത് ഒരു പശ പോലെയാണ്, അവിടെ വലിച്ചെടുക്കണം. ഞാൻ എടുക്കട്ടെ, എൻ്റെ കൈ കൊള്ളുണ്ട്. ഒരു വിധത്തിലെടുത്തു. എനിക്ക് സംഭവം ഇങ്ങനെ ഏറ്റവും ഇഷ്ടം. അങ്ങനെ മുരിമുരി പോലെ ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ലല്ലോ. ഒരു വിധമൊക്കെ അങ്ങനെ തന്നെ. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതൊരു കുഴച്ചിലുണ്ട്. ഈ വെള്ള കളറിലുള്ള ഇത്തിരി മുരിഞ്ഞ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിയുടെ അവസ്ഥ. വെറുതെ ആണല്ലേ കിട്ടാത്തത്. ആകെ വരിയും കൊത്തൊക്കെയാണ്. പിന്നെ അത് കുഞ്ഞു ചട്ടിയാണ്. ഇതിൽ ഫ്രെയിമിൽ കാണുമ്പോൾ ഇത്തിരി വലുപ്പമുണ്ട്. പക്ഷെ അത് നല്ലോണം ചെറുതാണ്. നമ്മളുടെ ഇത്ര ഉള്ളു. അപ്പം ഞാനിനി ഈ ചട്ടി മാറ്റാൻ പറയണം. ഞാൻ തന്നെ ഏട്ടാ വാങ്ങിക്കൊടുത്തത്. ഇനി അമ്മോട് വേറെ കുറച്ച് വലിപ്പമുള്ളത് വാങ്ങാൻ പറയാം. നമ്മളൊന്നും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. ഒന്നും കൂടെ അല്ല, കുറച്ചും കൂടെ ഉണ്ടാക്കാണ്ട്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ അതാ വെള്ളപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ കറി നമ്മളെ ചെറുപയർ ഉരുളൻകിഴങ്ങൊക്കെ ആയിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു ഇഷ്ടപോലെ നല്ല. ഞാൻ ചെറുപയറുണ്ടെന്ന് വിചാരിച്ചില്ലേ, പക്ഷേ സാധാരണ ചെറുപയർ കറി കൂട്ടാത്ത ഞാനിത് നല്ല ഇഷ്ടമായി. പിന്നെ എനിക്ക് മുരിഞ്ഞ ഇങ്ങനത്തെ എന്താ പറയുക അപ്പങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ദേവട്ടിയും കൂടിയിട്ട് ഇതാ നമ്മൾ എവിടേക്കാണ്, ബാങ്കിലേക്ക് പോവാണ് കേട്ടോ. പണ്ടം പണയം വെച്ചിട്ടൊക്കെ പലിശ മാറ്റി അടയ്ക്കാൻ പോവാണ്. എന്താണ് ഇത് എവിട്ടിച്ചിരിക്കുന്നത്? ഇവിടെ വന്നപ്പോൾ ഈ ചുരിദാർ തന്നെ ഉള്ളൂ. വേറെ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. അത് നല്ല നിഴലടിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഷിമ്മിയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് പറ്റിയ ബ്ലാക്ക് കളർ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം അത് കാരണം ഇട്ടിട്ടില്ല. ദേവട്ടി അല്ല പാറുട്ടി അവിടെ ഉണ്ട്. പാറുട്ടിനെയും രുദ്രുവിനെയും അവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയോ എന്ന് പറയണം അവൾ. പാന്ന് പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. ഇത് നമ്മളിവിടുത്തെ ഇടവഴിയാണ് കേട്ടോ. അപ്പുറത്ത് പള്ളിക്കാടും ഇപ്പുറത്ത് നമ്മളെ അജിയേട്ടൻ്റെ വീടുമാണ് കേട്ടോ.
അപ്പോൾ ഇതുവഴി രാത്രി അന്ന് ആ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ലേ അതിൽ മുടി വെട്ടാൻ പോയിട്ട് അവിടെ പേടിയാണ് രാത്രിയാകുമ്പോൾ. അപ്പം നമ്മളിവിടുത്തെ മെയിൻ റോഡിലേക്ക് കടന്നു. ഈ മെയിൻ റോഡല്ല, ഇവിടുത്തെ ഒരു മെയിൻ റോഡ്. ശരിക്കും മെയിൻ റോഡ് അവിടെയാണ് കേട്ടോ, ആ തിരക്കേ. നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. ഓട്ടോറിക്ഷ വിളിക്കണം വിചാരിച്ചു, പിന്നെ തോന്നി വേണ്ട അവിടെ നടക്കാമെന്ന്. രുദ്രുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചായിരുന്നു. അവിടെ അടുത്ത് നടക്കുക എന്നാൽ എളുപ്പമല്ല. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറേ നടന്നിട്ട് ഇപ്പം തന്നെ ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. അവിടെ എത്തുമ്പോഴത്തേനും സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേനും എന്താണാവോ. അപ്പം ഞങ്ങൾ ബാങ്കിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങളത് ആ ബാങ്കിലെത്തി കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഒഴിവായിട്ടാ. 11-11:15 ഞാനും ദേവുട്ടിയും കൂടി ഇത് ഇറങ്ങി വരികയാണ്. ദേവുട്ടിയുടെ മാലൊക്കെ ഇവിടെ വന്നപ്പോൾ പൊട്ടി. അപ്പോൾ അതുപോലെ ചെരുപ്പും പൊട്ടി. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഈ ചെരുപ്പായിട്ട് ആൾക്ക് ഇഷ്ടമായത്, അപ്പോൾ അതന്നെ എടുത്തു. ഒരു പിങ്ക് കളർ പോലെയാണ്, ക്യാമറയിൽ കാണുമ്പോൾ ഒന്നും കൂടി ഡാർക്ക് പോലെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ചിക്കനും വാങ്ങി. ഒരു 2 കിലോൻ്റെ ഒരു ചെറിയൊരു ചിക്കൻ. അപ്പോൾ മാല പിന്നെ വാങ്ങാത്ത തന്നെയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പെരിങ്ങോട് ഒരുപാട് മാലകളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വെറുതെ എന്തിനാ വാങ്ങിക്കുന്നു വിചാരിച്ചു. പിന്നെ എവിടെയും മാലകളുണ്ട്, അത് എവിടേക്ക് ഇരിക്കുന്നത് വലിയ എടുത്തില്ല. വീട്ടിൽ വന്നപ്പോൾ അതാ കുഞ്ഞുമോൻ ഇതാ കുറേ നേരം കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ നിന്നിട്ടാ, അങ്ങനെയൊക്കെ ഇടുന്നു തോളിൽ. പിന്നെ ക്യാമറ കണ്ടപ്പോഴാണ് അവ ഒന്ന് എണീറ്റത്. പിന്നെ ഇതന്നെ കുറേ നേരം കാണാത്തതിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടം തോന്നി എനിക്ക്. പിന്നെ നമ്മൾ വരുമ്പോൾ 10 രൂപയുടെ കോൺ ഐസ്ക്രീം ഇല്ല, അത് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഐസ്ക്രീമേ. അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ ഇത് കണ്ടപ്പം ഞാൻ അവനും എനിക്കും കൂടിയിട്ട് എടുത്തതാണ്. പക്ഷെ ആള് അത് എനിക്ക് തന്നില്ല, തൊടാൻ പോലും സമ്മതിക്കില്ല. അത് ഞാൻ തൊടുമ്പോൾ കരയാണ്. പിന്നെ ഇത് കിട്ടിയപ്പോഴേ ഇത് അഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ വരെ ഇങ്ങനെ ഹായ് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ക്യാമറ എടുത്ത് സെറ്റായപ്പോൾക്കും ആ ഹായ് പിന്നെ പോയി. അപ്പോൾ നമ്മൾ വന്ന് രുദ്രനും ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കുറേ നേരം കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്ന്, പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ കിടന്ന് കളിച്ചു. പിന്നെ അതാ ഊണ് കഴിക്കാൻ നേരമായപ്പോൾ നമ്മൾ അവനും കൊടുത്തു, ഞാനും കഴിച്ചു, ദേവുട്ടിക്കും വാരി കൊടുത്തു, പാറുട്ടിക്ക് പിന്നെ അവൾ തന്നെ കഴിച്ചു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞു രുദ്ര ഉറങ്ങി. അപ്പം ഇപ്പോൾ രാവിലെ ഉറങ്ങണില്ല, വൈകിട്ടല്ല ഉച്ചയ്ക്കാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഉറങ്ങട്ടെ വിചാരിച്ചു. സാധാരണക്ക് ഈ നേരത്തെ ഒരു ഉറക്കമുണ്ട്, ഇപ്പം അവ ഉറങ്ങിയപ്പോഴേക്കും ഉറക്കില്ല. അപ്പം ഞാനിത് നേരെ ഒന്നും മുകളില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് കസരൊക്കെ ഇട്ട് വന്നിരുന്നാട്ടോ. അപ്പോഴാണ് നമ്മളെ വീഡിയോ കുറച്ച് എടുത്ത് വെച്ചതുണ്ട്. എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആയി. അപ്പം അതൊക്കെ കൂടി എടുത്ത് ഒന്നും കൂടി എഡിറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കാലത്തായിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്തിടണം, എഡിറ്റിങ് മുഴുവനായാൽ. അപ്പോൾ അതൊക്കെ ചെയ്യായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. ഇങ്ങനെ ഫ്രണ്ട് വരാൻ പറഞ്ഞിട്ട് അവളെ കാത്തിരിക്കുന്ന അപ്പോൾ കാണാനില്ല. അവൾ വരുമ്പോൾ വരട്ടെ എന്തായാലും. അപ്പം ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കട്ടെ പോയിട്ട്. പിന്നെ ചിക്കൻ പറ്റിയെങ്കിൽ ചിക്കനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാമല്ലോ, ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം കറി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ഉച്ചയ്ക്ക് അയിലക്കറി ആയിരുന്നു കേട്ടോ. അയിലക്കറിയും പപ്പടും. അപ്പം ഇനി ഇവിടുന്ന് എണീറ്റ് പോട്ടെ. എണീറ്റ് പോകുമ്പോൾ ഇതും കൊണ്ടുപോകണം. കസരൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്നു. നല്ല സുഖമായിട്ട് അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എന്താ ചിക്കനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ പോയിട്ട്. അപ്പോൾ ഓക്കെ ബായ്. നമ്മളെ ചെമ്പരത്തിച്ചേട്ടയുടെ മുകളിലൊരു തേനീച്ചക്കൂട് ഉണ്ടായതാണ് കേട്ടത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ കാത്തിരിക്കുന്നതെന്ന്. പിന്നെ തോന്നി ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന്. അപ്പം ഞാനും അമ്മയും അടുത്തുള്ള വല്യമ്മയും ദേവുട്ടിയൊക്കെ കൂടിയിട്ട് അവളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവളുടെ അനിയത്തിക്ക് ചൂടുവെള്ളം വീണിട്ട് കാലിൻ്റെ മുകളിൽ പൊള്ളിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ അവളെയും കൂടി കാണാമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിരുന്ന കേട്ടോ. ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ച സ്ഥലങ്ങളാണ് അവിടെ. അപ്പോൾ ഒരുപാട് വീടുകളും ഇതൊക്കെ വന്നിങ്ങനെ കാണുക കേട്ടോ. അപ്പോൾ നമ്മളുടെ രുദ്രും അതുപോലെ എൻ്റെ കൂട്ടുകാരുടെ മോളാണ് കേട്ടോ, ഇത് 2ാമത്തെ മോളാണിത്. അവനും ഒരാഴ്ചത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് വൈകിട്ടാ. പിന്നെ നമ്മൾ രാവിലെ ചിക്കൻ വാങ്ങിക്കൊണ്ടിരുന്നല്ലോ, അതെടുത്തിട്ട് അമ്മ പറഞ്ഞു ഏതായാലും നിങ്ങൾ പോവുമല്ലോ, അപ്പം ഞാൻ നമ്മൾ ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി ആയിരുന്നു, അപ്പോൾ എടുത്തിട്ട് നെയ്ച്ചോറ് എന്തെങ്കിലും വെച്ചോ പറഞ്ഞു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി നെയ്ച്ചോറും വെച്ചു. പിന്നെ രാവിലത്തെ വെള്ളപ്പത്തിൻ്റെ മാവ് എടുത്തിട്ട് ഞാനൊന്ന് കള്ളപ്പം ഉണ്ടാക്കി. അത് സക്സസ് ആയില്ല.
അതുപോലെ ഇതെന്താണെന്ന് അറിയാം, ഇത് നമ്മളുടെ എരുന്തുണ്ടല്ലോ, എരുന്ത് വേവിച്ച വെള്ളമാണ്. അതിൽ മാങ്ങയും ചെറുള്ളിയും മുളക് ചുട്ടിട്ട് അതും കൂടി ഞെരടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ചോറ് കൂട്ടി കഴിക്കും കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാർ കൊടുത്താണ് കേട്ടോ. എരുന്തില്ലേ, എരുന്ത് വേവിച്ച വെള്ളം മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും രുദ്രും ദേവട്ടിയും കൂടിയിട്ട് ഉമ്മർത്തിയിരുന്നിട്ട് ഇതാ കഥകളൊക്കെ പറഞ്ഞിരുന്ന് മാമു തിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.